സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്നത്തെ പോൽക്കാലം കർത്താവ് ഈ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും യാചനകളൊക്കെയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടി തന്ന് ഹല്ലേലൂയ സഹായിക്കുന്ന ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും ആയിരിക്കുന്ന സഹോദരങ്ങളോട് കരുണ തോന്നുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. പ്രതിയാൽ ദൈവം ഞങ്ങളുടെ ഓമനയാറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, കണ്ണിന്റെ ഓപ്പറേഷന് വേണ്ടി കർത്താവ് ഇന്ന് രാവിലെ പോകാൻ കേൾക്കാനിടയായല്ലോ. ഹോയായ ദൈവമേ, ദൈവത്തിന്റെ ദൃശ്യമായ കരം കൂടെ ഇരിക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന ആളുകളായി കണ്ണിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന പൂർണ്ണ വിടുതൽ കൽപ്പിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്രയും വേഗം കർത്താവ് കൂട്ടി വരുത്തുമാറാകണമേ. ഇന്നത്തെ പോൽക്കാലം ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയാൻ സ്വർഗ്ഗവിടെയാക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കരങ്ങളിലോട്ട് ഞങ്ങളെ എല്ലാവരും ഏൽപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി ബ്രദർ ജോൺ ഫിലിപ്പിനെ സമയം ക്ഷണിച്ചുകൊള്ളുന്നു. ഇനിയുള്ള സമയം ബ്രദർ ജോൺ ഫിലിപ്പിന്റെ ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരിക്കൽ തന്നെ വിലയേറിയ അവസരത്തിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സമയം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ലഭിച്ച സമയം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഹല്ലേലൂയ പോവുകയാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനാധുനിയുടെ പ്രാർത്ഥനയുടെ തണലിൽ ഹല്ലേലൂയ സ്തോത്രം 292 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകരം ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ വയ്ക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം കാണുവാൻ ഹല്ലേലൂയ സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ ധ്യാനത്തോടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ യേശുവെ വാഴ്ത്തി വണങ്ങിടും ജീവിത നാളുകളെല്ലാം. പാവനമായെന്നെ സ്നേഹിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നിൽ ഏറുന്നേ. പാവനമായെന്നെ സ്നേഹിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നിൽ ഏറുന്നേ. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ ഉറവുകളകിലാവും നിന്നിലേ കെന്നുമാകുന്നൻ പ്രാണപ്രിയ. എന്റെ ഉറവുകളകിലാവും നിന്നിലേ കെന്നുമാകുന്നൻ പ്രാണപ്രിയ. മൃത്യുവിൻ വായിൽ നിന്നും വീണ്ടെടുത്തോനെ മഹത്വപ്പെടുത്തും നിന്നെ. ഞാൻ നിന്നെ സ്നേഹിച്ചു സേവിച്ച് മരുവിൽ നിന്നാമത്തെ ഘോഷിക്കും. ഞാൻ നിന്നെ സ്നേഹിച്ചു സേവിച്ച് മരുവിൽ നിന്നാമത്തെ ഘോഷിക്കും. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ ഉറവുകളകിലാവും നിന്നിലേ കെന്നുമാകുന്നൻ പ്രാണപ്രിയ. എന്റെ ഉറവുകളകിലാവും നിന്നിലേ കെന്നുമാകുന്നൻ പ്രാണപ്രിയ. പർവ്വതങ്ങൾ ചുറ്റി നിൽക്കും ശാലേം സമം കാത്തല്ലോ നിൻ ജനത്തെ. ആശ്രയമെന്നും ഞാൻ നിന്നിൽ വെച്ചതിനാൽ ശാശ്വത ശാന്തിയുണ്ട്. ആശ്രയമെന്നും ഞാൻ നിന്നിൽ വെച്ചതിനാൽ ശാശ്വത ശാന്തിയുണ്ട്. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ.
എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ, എന്റെ ഉറവുകളഖിലാവും നിന്നിലേ എന്നുമാകുന്നൻ പ്രാണപ്രിയ. എന്റെ ഉറവുകളഖിലാവും നിന്നിലേ എന്നുമാകുന്നൻ പ്രാണപ്രിയ. നീ വരും നാളിൽ നിനക്കു തുല്യനായി നിൽക്കുവാൻ വാഞ്ചിക്കുന്നേ. ഞാൻ നിന്റെ നീതിയിൽ തികഞ്ഞിടുവതിനായി നീ കൃപ നൽകണമേ. ഞാൻ നിന്റെ നീതിയിൽ തികഞ്ഞിടുവതിനായി നീ കൃപ നൽകണമേ. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ, എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ, എന്റെ ഉറവുകളഖിലാവും നിന്നിലേ എന്നുമാകുന്നൻ പ്രാണപ്രിയ. എന്റെ ഉറവുകളഖിലാവും നിന്നിലേ എന്നുമാകുന്നൻ പ്രാണപ്രിയ. സിയോനിൽ നാഥ നിൻ സ്നേഹമെനിക്ക് എത്രയോ ആശ്ചര്യമേ. നിൻവിളിയോർത്തു ഞാൻ നിന്നെ പിൻഗമിപ്പാൻ മുറ്റും സമർപ്പിക്കുന്നേ. നിൻവിളിയോർത്തു ഞാൻ നിന്നെ പിൻഗമിപ്പാൻ മുറ്റും സമർപ്പിക്കുന്നേ. എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ, എന്റെ സങ്കേതം നീ അല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ, എന്റെ ഉറവുകളഖിലാവും നിന്നിലേ എന്നുമാകുന്നൻ പ്രാണപ്രിയ. എന്റെ ഉറവുകളഖിലാവും നിന്നിലേ എന്നുമാകുന്നൻ പ്രാണപ്രിയ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു ഗാനം കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും
നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. ഇത്രയും സമയം കർത്താവിനെ ഇടയാക്കി തന്ന ഈ വിലയേറെ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിന് അവസരം ഒരുക്കി തന്ന ദേവദാസനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിവരങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതകാലത്ത് ദൈവസനിലായിരിക്കാൻ കൊണ്ടും കർത്താവ് നമുക്കിടയാക്കാനാണ് ദൈവത്തെ സ്തുതിക്കാമല്ലോ. വളരെ മനോഹരമായ പാട്ടുകൾ പാടാൻ ദൈവദാസനെ ദൈവം സഹായിച്ചല്ലോ. ഹല്ലേലൂയ. ആരാധ്യൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. തേജസ് എഴുന്ന ആ മുഖം കാണുവാൻ, ഒരിക്കൽ നമുക്ക് മുഖാമുഖമായി നമ്മുടെ ആ കർത്താവിനെ തേജസ് ഏറുന്ന ആ മുഖത്തെ കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം എവിടെയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയധികം മനോഹരമായ പാട്ടുകൾ പാടാൻ ദൈവദാസനെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാണല്ലോ. സിസ്റ്റർ അനു തോമസിനെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഇനിയുള്ള സമയം സിസ്റ്റർ അനു തോമസിന് ഉള്ളതാണ്. സിസ്റ്റർ അനു തോമസ്, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യമായ നാമം പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് കഴിഞ്ഞ രാത്രി കാലം നല്ല ഉറക്കത്തെ നൽകി തന്ന് ഈ പ്രഭാതത്തിൽ എഴുന്നേപ്പാൻ, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ദൈവം നമുക്ക് ഭൂമിയിൽ ഒരു പ്രാവശ്യങ്ങൾ ഒരു നല്ല പ്രഭാതത്തെ ദൈവം നൽകി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇത്രത്തോളം സമയം പാട്ടുകൾ പാടുവാനൊക്കെയുള്ള കൃപ തന്നല്ലോ. വീണ്ടും അനേക വിഷയങ്ങളുമായി ദൈവസനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നമുക്ക് ദൈവസനിൽ വെച്ച് പ്രാർത്ഥിക്കാം. ആദ്യമേ തന്നെ നമുക്ക് പ്രാർത്ഥനാ ധ്വനി ഗ്രൂപ്പിനെ കൂട്ടായ്മയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായും, അതുപോലെ നമ്മുടെ ബെൻസൺ ദാനിയൽ പാസ്റ്ററിനെയും ബിന്ദുസിനെയും കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഓർത്തും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അവർ ചെയ്യുന്ന വേലയെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്നും എന്റെ സഹകാരികളെയും ഈ ദേശമെല്ലാം
ഈ പ്രാർത്ഥനാ കൂട്ടായ്മ കടന്നു ചെന്ന് അനേകർക്ക് ഒരു അനുഗ്രഹം വിടുതലുമായി തീരേണ്ടതിനായും ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. മഹാനത്തിനും പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അപ്പച്ച, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത സമയത്തിനായിട്ട് പിന്നെ അങ്ങ് സ്തുതിക്കുക, മഹത്വപ്പെടുത്തിയ കർത്താവെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ഞങ്ങൾക്ക് പ്രകാരം ദൈവസ്ഥനിൽ കടന്നു വന്ന കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിപ്പാൻ തക്കണം കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ മരിച്ചവരും മുന്നിറങ്ങിയവരാരും അങ്ങ് സ്തുതിക്കുന്നില്ലോ കർത്താവെ. അവിടുന്ന് ഞങ്ങളെ ജീവിത ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ടാണ് കർത്താവെ നിലനിർത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. പറയപ്പെട്ട വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിക്കുക കർത്താവെ. ദൈവമേ അപ്പ, ഈ പ്രാർത്ഥന തുനിയെന്ന ഈ കർത്താവെ, ഈ പ്രസ്ഥാനത്തെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ പിന്നെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. കർത്താവെ ദൈവമേ, പ്രകാരം കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ കൂടി വരുവാനും കർത്താവെ ഞങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിപ്പാനും അങ്ങ് സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവെ അവിടുത്തെ വചനം ശ്രമിപ്പാനും ഒക്കെ കർത്താവ് ഒരുക്കി തന്ന സാവകാശങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. പ്രകാരം കർത്താവെ കർത്താസിന്റെ ഹൃദയത്തിൽ ഒരു കർത്താവെ ഹല്ലേലൂയ ഒരു ഉദ്യമം കർത്താവ് കൊടുത്തതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇത് അനേകർക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസമായി കൊണ്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം കർത്താവെ. അപ്പച്ചാ ദൈവമേ, ഞങ്ങളുടെ കർത്തദാസിനെയും കർത്താവെ ബെൻസബാസിനെയും കർത്താവെ കുടുംബത്തെയും കർത്താവിന്റെ ബലമുള്ള കരത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ മേൽക്കുമേൽ അനുഗ്രഹിച്ച ദൈവനാമത്തിന് വേണ്ടി പിന്നെയും കർത്താവെ അവിടുത്തെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചുള്ളമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശത്രു കാണാതെ നോക്കാതെ അവിടുത്തെ രക്തക്കോട്ടകൾ മറച്ച് അവിടുത്തെ ദൂതന്മാരുടെ കവിലാക്കി സംരക്ഷിച്ചുള്ളമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ ചെറുതുമലുതുമായ ലാഭസിന്മേൽ കർത്താവിന്റെ കരം കൂടി പ്രവർത്തിക്കുന്നമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവദാസേയും കർത്താവെ. അപ്പാ എല്ലാ കർത്താവെ പ്രയാസങ്ങളും വിടിവിച്ച് കർത്താവെ അപ്പ അങ്ങേക്ക് വേണ്ടി അധികം കർത്താവെ ശുഷ്കാന്തിയോടെ പ്രവർത്തിപ്പാൻ്റെ കൊണ്ടോ ബലപ്പെടുത്തി കർത്താവെ അധികാരപ്പെടുത്തി നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രസ്ഥാനം കർത്താവെ ചെന്നെത്താത്ത രാജ്യങ്ങളിൽ കർത്താവെ ഇത് പിന്നെ കർത്താവെ പടർന്ന് പന്തലിക്കുവാൻ കർത്താവെ ഇതിന്റെ ശാഖകളൊക്കെ പൊട്ടി പുറപ്പെടുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് അനേകർക്ക് അനുഗ്രഹം വിടുതലും ആശ്വാസമായി തീരട്ടെ കർത്താവെ. ദൈവമേ, അനേകർ കർത്താവെ ഈ മഹാവൃക്ഷത്തിന്റെ തണലിലേക്ക് ഓടി അണയുവാൻ തക്കണം കർത്താവെ അവിടുന്ന് കൃപ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഇതിന്റെ പിന്നിൽ പ്രവർത്തുന്ന ഓരോ കർത്തദാസന്മാരെയും കുടുംബങ്ങളെ ഒക്കെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കോർഡിനേറ്റേഴ്സിനെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഓരോരുത്തർക്ക് ആവശ്യമായ ദൈവകൃപ കർത്താവെ അവിടുന്ന് കൊടുത്ത് കർത്താവെ അഭിഷേകത്താൽ നിറച്ച് കർത്താവെ അവിടുന്ന് നിർത്തിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ അപ്പ 27, 28, 29 തീയതിയിൽ നടക്കുവാനിരിക്കുന്ന കർത്താവെ കൺവെൻഷനായും സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പ ഹല്ലേലൂയ. കർത്താവെ കൺവെൻഷൻ കർത്താവിന്റെ ബലമുള്ള കരുത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് വലിയൊരു അനുഗ്രഹവും വിടുതലുമായി തീരുമാനിക്കണം കർത്താവ് ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകർ കടന്നു വന്ന് കർത്താവെ മാനസാന്തരപ്പെടുവാൻ കർത്താവെ ഹല്ലേലൂയ സ്നാനപ്പെടുവാനൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തിന് സഭകൾക്കൊക്കെ അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ അനേക പാപികൾ മാനസാന്തരപ്പെടാൻ ഇടയാക്കട്ടെ കർത്താവെ. സ്തോത്രം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല കർത്താവെ, അങ്ങയുടെ ദൈവ വിശ്വസ നിമിത്തം തിരുനാമത്തിൽ തന്നെ മഹത്വമെടുക്കുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കടന്നു വചന ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അഭിഷേകം ചെയ്ത ദൂതുകൾ കർത്താവെ അവിടെ കർത്താവെ പറയുവാൻ തക്കണം ദേവദാസന്മാരുടെ അധരങ്ങളെ അവിടെ എടുത്ത് ഉപയോഗിച്ചുള്ളമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറയേണ്ട പോലെ ചെയ്യുവാൻ തക്കണം അധികാരപ്പെടുത്തി കർത്താവെ അവിടെ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിലിരുന്ന് മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ അനുഗ്രഹം വിടുതലുമായി തീരുവാൻ തക്കണം കർത്താവ് സഹായിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വിഷയങ്ങളും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ പൊന്നുനാമം മഹത്വം എടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് സകല കുടിചേശി കർത്താവിന്റെ തന്നെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്ന കൃപകൾക്ക് മറാകണമേ. ആമേൻ. സ്തോത്രം. ഈ പ്രാർത്ഥന ദൈവം മറുപടി തരുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥിച്ച് സാറാമ്മയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാത്ത രാജ്യങ്ങളെല്ലാം യുദ്ധങ്ങളും
പലവിധമായ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുകയാണ്. എങ്കിലും ലോകരാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകുവാനും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. അതുപോലെ നമ്മുടെ ഭരണാധികാരികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ അധികാരം രാജ്യത്തിന്റെ അനുഗ്രഹത്തിനായി തീരണം. അത് അവരുടെ അധികാരം ഉപയോഗിച്ച് ഈ അതുരമായ പ്രയാസങ്ങള് നമ്മുടെ ദൈവരാജ്യത്തിന് ദൈവമക്കൾക്കോ ദൈവദാസന്മാർക്കൊന്നും ഒരു ദോഷം ഉണ്ടാകുവാൻ ഇടയാകാതെ ദൈവം അവരെ സ്വസ്ഥതയും സമാധാനപരമായ ഒരു ഭരണം കാഴ്ചവെക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്റെ സ്വർഗീയ പിതാവേ, വിശ്വസനായ നല്ല കർത്താവേ, ലോകമാറാത്ത കർത്താവിന്റെ പാദപീഠത്തിൽ പിന്നെ ഞങ്ങളായിരിക്കുന്നല്ലോ കർത്താവേ. ലോകരാജ്യങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അഞ്ചുവൻകരകളുടെ സുവിശേഷം എത്തുവാൻ അങ്ങ് സഹായിക്കുമാറാണമേ കർത്താവേ. ഹല്ലേലൂയ. ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കുമാറാണമേ. നല്ല ഭരണകൂടങ്ങൾ കാഴ്ചവെക്കുവാനല്ല അവരെ സഹായിക്കേണ്ടതിനാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയില് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ എല്ലാ ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ സത്യസുവിശേഷം എത്തുവാൻ അങ്ങ് സഹായിക്കുമാറാണമേ. നല്ല ഭരണകൂടങ്ങൾ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് അനുകൂലമായ ഭരണകൂടങ്ങൾ ഉണ്ടാകുവാനായി സഹായിക്കുമാറാണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേകരാം നിത്യജീവനാവകാശികളാക്കി തീർക്കുമാറാണമേ. സത്യത്തിൽ ആത്മാവിൽ ആരാധിപ്പാൻ അവരെ ഈ നാളുകളിൽ ഒരുക്കേണ്ടതിനാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികളുടെ നടുവിലൊക്കെ ആയിരിക്കുന്നല്ലോ കർത്താവേ. അവരെ വിടുവിക്കണമേ, സഹായിക്കണമേ. സ്വർഗീയ കൃപ കൊണ്ട് നിറയ്ക്കുമാറാണമേ. അപ്പാ, ലോകം മുഴുവനും സുവിശേഷീകരിപ്പാൻ തക്കവണ്ണ നിന്റെ അഭിഷിക്തന്മാരെ ശക്തമായി നാലോ കാലഘട്ടത്തിൽ അപ്പാ ഉപയോഗിക്കേണ്ടതിനാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥനകൾ അപ്പാ ജീവിതത്തിന്റെ തലങ്ങളിൽ എല്ലാ വിടുതല അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കുമാറാണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. സുശേഷീകരിപ്പാൻ അങ്ങ് അനേകരെ ശക്തീകരിക്കേണ്ടതിനാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന തിരുനാമഹത്വം വെളിപ്പെടണമേ. നല്ല ഭരണകൂടങ്ങൾ കാഴ്ചവെക്കുവാൻ ഇടയാക്കി തീർക്കുമാറാണമേ. അപ്പാ, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ നടത്തപ്പെടുവാൻ അങ്ങ് സഹായിക്കുമാറാണമേ. ദൈവമക്കൾക്ക് അനുകൂലമായി തീരുവാൻ സകലവും തീർക്കണമേ. തിരുനാമഹത്വം വെളിപ്പെടണമേ. ദൈവറുവേൽ വിനയും മറച്ചുള്ള അങ്ങയുടെ വിലയേർനാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ കൃപ കൊണ്ട് നിറയ്ക്കണമേ. സുശേഷീകരണം ഇല്ലാത്ത ദേശങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം സുശേഷീകരിപ്പാൻ തക്കവണ്ണം അനേകരെ ശക്തമായി ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ അയക്കുമാറാണമേ. ദൈവപ്രവൃത്തി ചെയ്തെടുക്കേണ്ടതിനാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥനകൾ ഇവിടെ തലാനുഗ്രഹമായി തീരുമാനം സഹായിക്കണമേ. അത്ഭുത പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാ പിന്നെ ഞങ്ങളെ സഹായിക്കണമേ. തിരുമുഖം പ്രകാശിക്കണമേ. സർവകൃപാലുവായ കർത്താവിന്റെ ഞങ്ങളെ തന്നെ താഴെ സമർപ്പിക്കുന്നു. സർവ്വേശ്വരൻ നാം തന്നെ. ആമേൻ. ആമേൻ. ഈ പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേട്ടതിനായി മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച പ്രിയ സഹോദരിയെ ബിനിമോൾ സഹോദരിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ന് പകൽക്കാലം ഓൺലൈനായി കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളായ ദൈവം അനുഗ്രഹിക്കേണ്ടതിനും അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം കൂടിയിരിക്കുന്നതിനും അതുപോലെ നമ്മൾ കൂടി വരുന്ന സഭകളെ ഓർക്കാം. സഭയിലെ ദൈവദാസന്മാരെയും ദൈവമക്കളെല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ടൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയം ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. കണ്ണുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേറിയതുമായ പ്രഭാതത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കഴിഞ്ഞ രാത്രികാലം അത്രയും ഞങ്ങൾ കിടന്നുറങ്ങി യഹോവ താങ്ങിയിൽ ഉണർന്നുമിരിക്കുന്ന യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാന്ന് അങ്ങയുടെ തിരുവചനത്തോട് ചേർന്നിട്ട് ഞങ്ങൾ താണു വരുന്ന കർത്താവേ, പകൽക്കാലം അങ്ങയുടെ ഹിതത്തിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന തന്നിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളുടെ കുടുംബങ്ങള് ഞങ്ങളുടെ സഹോദരങ്ങള് ആമേൻ കർത്തദാസന്മാരോടൊക്കെ ഒരുമിച്ചായിരിക്കാൻ തന്നതേക്കും കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അപ്പന്റെ കാര്യങ്ങളിൽ പേരുവരാവണ്ണം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഒരു കുടുംബങ്ങളെ ദൈവം സഹായിക്കണമേ കർത്താവെ. അവർക്ക് ആമേൻ ദാസന്മാർക്ക് കൊടുത്തിരിക്കുന്ന ദാസിമാരെയും കുടുംബാമേൻ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാ കാര്യങ്ങളെയും അവർക്ക് കൊടുത്തിരുന്ന സകല നന്മകളെയും അപ്പന്റെ പാദപീഠത്തിൽ ഏൽപ്പിനുള്ള സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥന അവർക്ക് കൂട്ടായി കൊടുത്ത ദാസന്മാരും കർത്താവെ മക്കളും മരുമക്കള് കൊച്ചുമക്കള് അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ സകല വസ്തുക്കളും നന്മകളെ അപ്പന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ കുടുംബത്തിന്റെ അപ്പ
ചെറിയതും വലിയതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ശാരീരിക മാനസിക ഭൗതികമായ എല്ലാ വിഷയങ്ങളും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന. എല്ലാത്തിന്മേലും ദൈവത്തിന്റെ സാമീപ്യവും കൃപയും കൂടിയിരുന്ന് അനുഗ്രഹിക്കണമേ. ആർക്കും യാതൊരുവിധ ദോഷവും വരുത്താതെ അങ്ങയുടെ കൂടാരം അറിവിൽ ദൈവം മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്രം ചെയ്യുന്നവർ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളും അപ്പ അടിയങ്ങൾ അറിയുന്നില്ലെങ്കിൽ അപ്പൻ മുന്നമേ അറിഞ്ഞിരിക്കാൻ സ്തോത്രം ചെയ്യുന്നതിന്മേലൊക്കെയും ദൈവത്തിന്റെ കരം നീട്ടി അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. ആരും നിന്ദിക്കപ്പെടുവാനായിട്ട് വരത്തില്ലെന്ന് പ്രാർത്ഥിക്കുന്ന രോഗികളായി ഭാരപ്പെടുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം ചെയ്യുന്നപ്പ. എല്ലാത്തിന്മേലും വിടുതൽ കൽപ്പിക്കുമാറാകണമേ കർത്താവെ. ആരും രോഗത്തിൽ ഭാരപ്പെടുവാനോ കിടക്കയിൽ അഴുവാനോ ദൈവം സമ്മതിക്കരുതേ അപ്പ. ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിക്ഷ എന്ന് കർത്താവെ ഹോസ്പിറ്റലായിരിക്കുന്നു അവനെ ആന്റി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. കണ്ണിന്റെ സർജറി നടക്കുവാൻ ആഗ്രഹിക്കുന്ന ആന്റിക്ക് യാതൊരു ഭയമോ കർത്താവ് ബുദ്ധിമുട്ടോ ഭാരങ്ങളോ ഒന്നും ഉണ്ടാവാൻ ദൈവം അനുവദിക്കരുത് കർത്താവ്. പ്രശ്നത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തിയേറ്ററിൽ വ്യാപിക്കണമേ കർത്താവേ. ദൈവമേ അതിനായിട്ട് നേതൃത്വം വരുന്ന ഡോക്ടേഴ്സ്, നേഴ്സുമാര് എല്ലാവരുടെയും കരങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. സർജറി ദൈവമേ വിജയകരമായ തീരുമാനം കാഴ്ച ലഭിക്കാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്നിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. യാതൊരു ദോഷവും വരത്തില്ലെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ. അവർക്ക് ബുദ്ധി കൊടുക്കണം, ജ്ഞാനം കൊടുക്കണമേ അപ്പ. ഓർമ്മശക്തി വേഗം പരിജ്ഞാനത്താൽ ദൈവമേ നീ നിറയ്ക്കുമാറാകണം എന്നിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ദൈവമേ ഞങ്ങളുടെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ കൂടി ചെല്ലുന്ന കർത്താവ് സഭയും ദൈവദാസന്മാരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ, മാനിക്കണമേ കർത്താവ്. ഞങ്ങളുടെ കർത്തദാസന്മാരെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. ദൈവരെ കാക്കണം, പരിപാലിക്കണമേ കർത്താവേ. ദൈവമേരുടെ കർത്താവ് പോക്കുവരെല്ലാം ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. ദൂതന്മാർ ഇടവും ബലവും മുൻപിലും പുറകിലും കാവൽ ചെയ്യണം. വാഹനമുള്ളവരെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യാതൊരു ദോഷം ഒരു കർത്തല്ലേ. വഴിയിൽ പതിരിക്കുന്ന ആപത്തണം അവരുടെ ദൃഷ്ടി ഒന്നുവാൻ സമ്മതിക ശാസ്ത്ര ദൃഷ്ടി വെക്കാൻ ദുഷ്ടൻ കാണുവാനിട്ട് വരുത്താതെ അങ്ങയുടെ കൂടാരം അവരുടെ ദിനം പ്രതി മറച്ചു കൊള്ളുമേ കർത്താവെ. ഏൽപ്പിച്ച ദൈവമക്കളെ എല്ലാം പേരുവരാണ് മോൽപ്പിക്കുന്ന കർത്താവ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളെ ഒരുമിച്ച് കർത്താവെ കൊടുന്ന സഭകളിൽ മേൽ ദൈവത്തിന്റെ വലിയൊരു ആത്മീയ സാന്നിധ്യം ഇറങ്ങി ദൈവം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സകല വിഷയങ്ങളെ അപ്പന്റെ പൊൻപാദത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്മളാ നിറയ്ക്കണം. പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം, മറുപടി തന്നിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തെ ദൈവം കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ. ദൈവം മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. സജീവ സഹോദരിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഓമന യോഹന്നാൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എങ്കിലും വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാണ്. രാവിലെ 6:30 സർജറി നടക്കുന്നുണ്ട്. ആ സർജറി ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിപ്പാന്, പൂർണ്ണമായ സൗഖ്യവും ബലം കൊടുക്കാന്, ഓപ്പറേഷന് ഡോക്ടേഴ്സിനായി, അസിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റേഴ്സിനായി മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ വേറൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഷാജി തോമസ് എന്ന് പറഞ്ഞൊരു സഹോദരൻ കഴിഞ്ഞ ദിവസം വീഴുവാൻ ഇടയായി. എല്ലാവർക്കും അറിയാവുന്ന പ്രിയ സഹോദരി മിനി സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്. ആ സഹോദരൻ കഴിഞ്ഞ ദിവസം ഒരു വീഴ്ചയുണ്ടായി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആ സഹോദരന് വേണ്ടി പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയം ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രിയ ഓമന യോഹന്നാൻ ആന്റിക്ക് വേണ്ടിയും പ്രിയ ഷാജി തോമസ് എന്ന് പറയുന്ന സഹോദരന് വേണ്ടി നമുക്ക് സ്തോത്രം 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 സ്തോത്രം. സ്നേഹനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. പൽക്കാലം ഈ പ്രഭാതത്തില് അഭിഷേക മുഖത്തേക്ക് നോക്കുവാ ദൈവം ഞങ്ങൾക്ക് തന്ന ആമേൻ സ്തോത്ര അവസരത്തിനായി, ഭാഗ്യത്തിനായി, ആയുസിനെ ഒരിക്കൽ കൂടെ ദൈവം ദീർഘമാക്കിയതിനായി എല്ലാം നന്ദി പറയുന്നു. അപ്പ ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി, ഇനിയും നടത്തുവാൻ ദൈവം വിശ്വസ്തനായി ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്ത് സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ. നന്ദിയോട് സ്തോത്രം. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തന്നെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓമന യോഹന്നാൻ ആന്റി കർത്താവേ, ചില നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നിന്റെ ദാസയുടെ കണ്ണിന്റെ കാഴ്ച സംബന്ധമായ വിഷയം. കർത്താവേ, വ്യർത്ഥമായുടെ കണ്ണിന് ആമൻ എൻ്റെ അപ്പം കാഴ്ച കൊടുത്തതുപോലെ പ്രിയപ്പെട്ടവളുടെ കണ്ണിന് ദൈവമേ നീ പൂർണ്ണമായ കാഴ്ച കർത്താവേ സർജറി മുഖാന്തരം തനിക്ക് നഷ്ടപ്പെട്ട കാഴ്ച മടക്കി ലഭിക്കുവാ സ്വർഗമിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമൻ വ്യർത്ഥമായി നിലവിളിച്ചപ്പോൾ അവന്റെ നിലവിളിയുടെ
ഞങ്ങളുടെ മുൻപിൽ സ്വർഗം ഇറങ്ങിയെങ്കിൽ കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം അവിടുന്ന് ചലിക്കുമാറാകണമേ. ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരേണം, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞതുപോലെ കർത്താവേ ദിവസങ്ങളെ കണ്ണിന് പൂർണ്ണമായൊരു കാഴ്ച കൊടുക്കണം. സർജറി എല്ലാം ഭംഗിയായി നടക്കുവാൻ ദൈവം സഹായിക്കണമേ. വളരെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന സർജറികളാണല്ലോ കർത്താവേ. ഡോക്ടേഴ്സിന്റെ കരത്തോടുകൂടെ ദൈവത്തിന്റെ കരം ഇരിക്കുമാറാകണമേ. മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാകല്ലേ. മറ്റൊത്തിരി ശാരീരിക പ്രയാസങ്ങൾ ഉള്ളവളെ കർത്താവേ നിന്റെ അഭിഷിക്ത ദാസിയെ ബലപ്പെടുത്തണമേ. നടുവിന്റെ പ്രയാസങ്ങളെ നിന്ന് വിടുവിക്കണമേ. മരുന്നിന്റെ അലർജിയോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകുവാൻ എന്റെ ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തക്ക സമയത്ത് സർജറി ഏറ്റവും ഭംഗിയായി നടക്കുവാൻ അപ്പ സഹായിക്കും. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കും. സാമ്പത്തിക വഴികളെ ഒരുക്കും. ദൈവദാസന്റെ മുഖത്തെ ആദരിക്കണമേ. കുഞ്ഞുങ്ങളെ ഓർക്കണമേ. രണ്ടുപേർക്കും അനുഗ്രഹിക്കപ്പെട്ട ഭാവി നന്മകളെല്ലാം ഒരുക്കി ദൈവരെ സഹായിച്ചാട്ട് ഞങ്ങളും മിനിക്കായി പ്രാർത്ഥിക്കുന്ന പ്രിയ ഷാജിയങ്ങളെ കഴിഞ്ഞ ദിവസം വീണ് നടുവിന് പ്രയാസമായി ഹോസ്പിറ്റലായിരിക്കുന്നല്ലോ. കർത്താവ് ഇത് തന്റെ സന്ദർശന സമയമാക്കി തീർക്കുമാറാകണമേ. ദൈവത്തെ അറിയുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, കൂട്ടായുള്ള അനേക ദൈവമക്കളുടെ പ്രാർത്ഥന തന്റെ ജീവിതത്തെ കർത്താവിനെ കണ്ടെത്തുവാൻ ഇതൊരു മുഖാന്തരമാക്കി ദൈവം തീർക്കണമേ. മദ്യപാനത്തിന്റെ ഇച്ഛാശക്തിയിൽ നിന്ന് പൂർണ്ണ വിടുതൽ. ആശുപത്രി കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ ദൈവസനയിൽ ഒരു തീരുമാനമെടുക്കുവാൻ കർത്താവിടയാക്കണമേ. ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്നത് താനൊരു ദൈവവൈതലായി തന്നെ മടങ്ങുവാനിടയാക്കണമേ. കർത്താവെ നടുവിനേറ്റ ക്ഷതത്തിൽ നിന്ന് ദൈവം വിടുവിക്കും. പൂർണ്ണ സൗഖ്യത്തെ ദൈവം കൊടുക്കണം. പൂർണ്ണമായ വിടുതൽ ദൈവം കൊടുക്കണം. മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാകുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാട്ടിൽ നേരിട്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും കർത്താവ് വിടുവിച്ചാട്ട് ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇനി എനിക്ക് ആയിക്കണം നേരിനെ മാനിക്കും. മക്കളെ രണ്ടുപേരെ കുടുംബമായി, മൂത്ത മോനെ കുടുംബമായി ഓർക്കുന്നു. ഇളയവൈതനായി സ്തുതിക്കുന്നവനും സ്നാനപ്പെടുവാനൊക്കെ ദൈവസന്നിധിയിൽ ദിവസങ്ങളെ തീരുമാനമെടുക്കുവാൻ ദൈവം സഹായിക്കും. കുടുംബമായി രണ്ട് കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട സൗഖ്യം വിടുതലും സ്വർഗം കൽപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. രണ്ട് വിഷയത്തിലും ദൈവം മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥിച്ച പ്രിയ ജെയിനി സിസ്റ്ററിനെ ദൈവം നന്നായി അനുഗ്രഹിക്കട്ടെ. അടുത്ത വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ നീതുമോൾ എന്ന് പറഞ്ഞ ഒരു സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 5 വർഷമായിട്ട് തലമുറയില്ലാതെ വളരെയധികം ഭാരപ്പെടുന്നു. പ്രിയമാൾക്ക് ദൈവാനുഗ്രഹപ്പെട്ട തലമുറയെ കൊടുക്കേണ്ടതിനും അതുപോലെ ആർക്കൊക്കെ തലമുറയില്ലാതെ ഭാരപ്പെടുന്നു അവർക്കൊക്കെയും ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു വിഷയം, റോഷൻ മെൽവിൻ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ബ്രെയിൻ ട്യൂമർ റിമൂവൽ ആയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്നു ആ സർജറി. ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയതിനായി സ്തോത്രം ചെയ്യാം. മകൾക്ക് പൂർണ്ണമായ സൗഖ്യം വിടലും അയക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2 വിഷയം. ഒന്ന് നീതുമോൾക്ക് തലമുറയില്ലാതെ ഭാരപ്പെടുന്നു, തലമുറയെ കൊടുക്കേണ്ടതിനും റോഷൻ മെൽവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രെയിൻ ട്യൂമർ റിമൂവ് ചെയ്ത് ഇന്നലെ സർജറി ദൈവസാന്നിധ്യം കൂടി പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വോത്രം വാഗ്ദത്തങ്ങളെ വിശ്വസനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പൽക്കാലം കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിനെ ഏൽപ്പിക്കുന്നു. അടിയന്റെ ജീവിതത്തിലെ കുറവുകൾ, ബലഹീനതകളെല്ലാം ക്ഷമിക്കണമേ കർത്താവേ. നീരുമോളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവപൈതലിനോട് മനസ്സലിയണമേ കർത്താവേ. പൈതലിനെ അനുഗ്രഹിക്കണേ. റോമൻ്റെതായ ഓപ്പറേഷനൊക്കെയും കഴിഞ്ഞ് ദൈവം പൂർണ്ണ വിടുതലും ആരോഗ്യം നൽകണേ. ശരീരത്തെ ബലപ്പെടുത്തണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പൈതലിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മക്കളെ ഭോഗം നൽകുന്ന ദാനമാണല്ലോ, അവിടുന്ന് ദാനത്തെ നൽകണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കണ്ട് ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ അവിടുന്ന് നൽകണേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നെന്ന് ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മക്കളെ ഭോഗം നൽകുന്ന ദാനമാണല്ലോ ദൈവമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തലമുറയെ നൽകി മാനിക്കണമേ, സഹായിക്കണേ. മറ്റുള്ളവരുടെ മുൻപാകവും ശക്തനായവൻ എനിക്ക് വലിയ ചെയ്യുന്ന ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥന കേട്ട് മറുപടി തരുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ ആന്റിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത 2 വിഷയം കൂടി പറയുന്നു. മലാഡ് AG സഭാ ശുശ്രൂഷൻ പാസ്റ്റർ തോമസ് ഫിലിപ്പോസ് ടൈഫോയിഡിനാൽ ഭാരപ്പെടുന്നു. പ്രിയ ദൈവദാസിന്റെ പരിപൂർണമായ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഷായിച്ചാന്റെ സഹധർമ്മിണി സിസ്റ്റർ സൂസൻ മാത്യു ശാരീരികമായ പനിയാലൊക്കെ ഭാരപ്പെടുന്നുണ്ട്. പൂർണ്ണമായ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 2 വിഷയം ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മാലാഡ് AG സഭാസുഷൻ പാസ്റ്റർ തോമസ് ഫിലിപ്പോസിന് വേണ്ടിയും അതുപോലെ ഷായിച്ചാന്റെ സഹധർമ്മിണി സിസ്റ്റർ സൂസൻ മാത്യുവിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട എല്ലാ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രാവിലെ തോറും നിന്റെ ദയ, രാത്രി തോറും വിശ്വാസം കഴിഞ്ഞ രാത്രി കാലം ഞങ്ങൾ എവിടെ ഇടങ്ങളായിരുന്നു പരിപാലിച്ചു. കുഞ്ഞുങ്ങളായിരിക്കുന്നു ഇവിടുത്തെ എല്ലാം ധ്യാനത്തമസനമാർച്ചവരുടെ സൂക്ഷിതത്തിന്റെ കൃപയ്ക്ക് ആ സ്തോത്രം. നല്ല ദൈവത്തെ രാവിലെ സമയം ഞങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്ന ഓരോ ദിവസവും നിന്റെ കൃപയും ഞങ്ങളെ എല്ലാം അവിടുന്ന് പൊതിയുന്നതിന് ആ ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. കർത്താവ് എന്റെ മകളുടെ പ്രസ്താവിച്ച വിഷയം പ്രാർത്ഥന ദേവാസൻ ടൈഫോയിഡിന്റെ ഭാരത്താൽ പ്രയാസപ്പെടുന്ന എല്ലാ കർത്താവ് പാതയമേ സ്തോത്രം പൂർണ്ണ സൗഖ്യം എന്റെ മേൽ കൊടുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന കർത്താവ് ദൈവം സഹായിക്കണമേ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു വിടുതൽ കേൾപ്പിക്കാൻ ദൈവം സഹായിക്കുന്നതിന് എത്രമേ പൂർണ്ണ വിടുതൽ കേൾപ്പിക്കുമാറുണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ തൊട്ടവരെ നിന്നെ തൊട്ടവരെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ദൃഷ്ടിയാമാനിൽ മാറിപ്പോവാണ് ദൈവമേ. വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ വിടുതൽ കൊടുക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അമാനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമേ. അപ്പ അതിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശുശ്രൂഷനാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാസിയാണല്ലോ. കർത്താവ് കുറേ നാളുകളായിട്ട് ലൈനിൽ കടന്നുവരാതെയും സ്തോന്റെ മകളെ ധാരാളമായി അനുഗ്രഹിക്കുമാർ. പൂർണ്ണ വിടുതലോടെ മകളായിരിക്കാൻ ദൈവം സഹായിക്കുമാറുന്ന പ്രാർത്ഥന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വിജയിക്കുമാറാണ്. കർത്താവ് തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ദിവസനെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ രംഗത്തായിട്ട് ഏൽപ്പിക്കുന്ന കർത്താവ് എന്നെ ആസ്വദിക്കുന്ന കർത്താവ് തലമുറകളെ അനുഗ്രഹിക്കപ്പെടാതെ കാലാവസ്ഥയെല്ലാം അനുകൂലമാക്കുന്ന പ്രാർത്ഥിക്കുക. എന്ത് രോഗമാണെങ്കിലും കർത്താവ് പൂർണ്ണ വിടുതൽ കൊടുക്കാൻ ദൈവമേ അവിടുന്ന് സഹായിച്ച് എന്നെ മകളെ അനുഗ്രഹിച്ച് പിടിക്കുന്നതിനായ സ്തോത്രം. കർത്താവ് പാതയമേ കർത്താവിനെ ശുശ്രൂഷ അനുഗ്രഹമാക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് ഒരു ദിവസം ദൈവിക്കാൻ വേണ്ടുന്ന യോജനകളെ ദൈവക്കുറവുകളെ ദൈവനാഥിക്ക് തന്നെ ഓരോ ദിവസവും ഞങ്ങളെ പരിപാലിക്കാൻ ദൈവം ശക്തി ദൈവന്റെ ദാസന്മാരെ കരങ്ങളെടുത്ത് നയിക്കണം. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹമാക്കുന്ന പ്രാർത്ഥന കരങ്ങളെടുത്ത് മാറാണ്ട് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന മകളെ കുടുംബമായിട്ട് എനിക്ക് അവരുടെ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തന്റെ മാതാവിന്റെ വിഷയത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും മേലും കർത്താവ് ദൈവമാനിക്കുവാൻ ദൈവം ശക്തനായിരിക്കും. ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിടെ എന്റെ കുറവുകളും ദൈവം ഇവിടെ തന്നെ തടസ്സമാകലത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടിയും ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ തന്നെ ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥനയായിട്ട് ദൈവം മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച് സഹായിച്ച ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക തലമുറകള് ഈ ലോകത്തിന്റെ മുഖങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാകുന്നുവല്ലോ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണല്ലോ. നമ്മുടെ തലമുറകളെല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിനും അനേക തലമുറകൾ പഠനത്തിനും ജോലിക്കൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് പലരും പലവിധമായ പ്രയാസത്തിൽ കൂടി കഴിയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന PR ലഭിക്കാത്തവര്, പഠിച്ചതിന് തക്കതായ ജോലി ലഭിക്കാത്ത അനേകരുണ്ട്. ആ കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്ക് അവർ മാനസികമായി വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ വിഷയം. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിത്യനും പരിശുദ്ധനുമായിരിക്കണം നല്ല യേശു കർത്താവേ. നാഥ ഞങ്ങളുടെ കരങ്ങളിലേക്ക് കർത്താവേ, നാഥ ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പാ ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവേ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവരായിരിക്കട്ടെ. ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാകട്ടെ. ആമേ കർത്താവേ ഹല്ലേലൂയ. ഓരോ നിമിഷവും കർത്താവേ ഞാൻ യഹോവയെ എൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറഞ്ഞു. ആമേ കർത്താവ് നാഥ ഓരോ നിമിഷം ക്രിസ്തുവിനോട് ചേരുവാൻ കർത്താവർക്ക് കൃപ കൊടുത്ത് കർത്താവ് മാനിക്കുമാറാകണം. ആമേ കർത്താവേ നാഥ ഹല്ലേലൂയ. പല കുഞ്ഞുങ്ങളും കർത്താവ് വിദേശ രാജ്യങ്ങളിലൊക്കെയും കടന്നു പോയിട്ട് ആമേൻ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ കർത്താവ് PR ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്. ആമേ കർത്താവ് പലതരത്തിലും കർത്താവ് കുഞ്ഞുങ്ങളൊക്കെയും ഹല്ലേലൂയ ഭാരപ്പെടുമ്പോൾ നാഥ ഹല്ലേലൂയ തിരുമേനി ഓരോരുത്തരുടെയും അവസ്ഥകളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായിരിക്കാൽ നാഥനെ തിരുവചനം പറയുന്നത് പോലെ ചതഞ്ഞയോടെ ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ അപ്പാ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവ് പ്രവർത്തിക്കുമാറാകണം. യേശുപ്പാ നാഥ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ജോലി ചെയ്യുന്നവരെയും കുടുംബസ്ഥരായിരിക്കുന്നവരെ എല്ലാവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാത്തിലും ഉപരിയായിട്ട് അവർ ദൈവഭക്തരായി ദൈവവിഷയമായി സമ്പന്നരായി ജീവിക്കേണ്ടതിന് ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് ഇവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകൾ കർത്താവ് കൈക്കൊണ്ടിരിക്കുക. സ്തോത്രം
യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച പ്രിയ സാലിയാനി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്ന് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ആർക്കെങ്കിലും ഒക്കെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രൈസിലോട് സിസ്റ്ററെ, എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ പ്രിയപ്പെട്ട കൈയുടെ വിരലിന്റെ മുറിവ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. എങ്കിലും ആ വിഷയം ഓർത്ത് പ്രാർത്ഥന. ജോലി സംബന്ധിച്ച വിഷയം, തലമുറകളെ ഓർത്ത്. അശ്വതിക്ക് വരുന്ന നവംബർ 5 തീയതി മുതൽ പരീക്ഷ ആരംഭിക്കുകയാണ്. ആ വിഷയം ഓർത്തൊക്കെ തുടക്കത്തിലെ പ്രാർത്ഥിക്കണം. ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ദേശത്തിനെക്കാണ്. വീണ്ടും ആർക്കെങ്കിലും പറയാം? സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡിന്റെ കാലിന് വേദന ഇപ്പോഴും മാറിയിട്ടില്ല. തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആത്മീയനാക്കി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്തത്. എന്റെ മകൾ അബിയയ്ക്ക് നാളെ തൊട്ട് എക്സാം തുടങ്ങിയാണ്. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥന. എക്സാം, ഓക്കെ, നാളെ മുതൽ. അടുത്തത്. ഇനി വിഷയമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച്, ഇനി അനേകം വിഷയങ്ങളുണ്ടെങ്കിലും ദൈവദാസന് നമുക്ക് വചനവും നമ്മളോട് പറയണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പ്രഭാതത്തിലും കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകായിരങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല സന്ദർഭം കിട്ടാതെ കർത്താവേ, ഈ ലോകത്തിന്റെ പലവിധമായ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ ജീവനും ഭക്തിക്ക് ആവശ്യമായ നന്മകൾ നൽകി തന്ന ഞങ്ങൾക്ക് ഇത്രത്തോളം സമയം ദൈവം ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ഓരോ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണം. ദൈവദാസന്മാരെയും ദൈവമക്കളെല്ലാം അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേയും പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്ത പ്രിയ സഹോദരി സജിനി സഹോദരി ഓർത്ത് പ്രാർത്ഥിച്ച മകളെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രിയ സിസ്റ്റർ ദൈവസന്നി വെച്ച് അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി കൊടുത്ത് കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊടുത്ത പ്രിയ മകൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വളരെ ശാരീരമായി വളരെയധികം ഭാരപ്പെട്ടു. കൈയുടെ വിരലുകൾ അറ്റമൊക്കെയും മുറിവ് വന്ന് വളരെ വിഷമത്തിൽ കൂടി കടന്നുപോയെങ്കിലും സ്വർഗത്തിലെ അപ്പച്ചൻ നിന്റെ മകന് കൊടുത്ത പൂർണ്ണമായ സൗഖ്യത്തിനായ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അശ്വതിക്കായി അശ്വിനായി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണം. നല്ല ഭാവിയുള്ള കുഞ്ഞുങ്ങളിൽ ദൈവം അവരെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന് മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളായി തീരണമേ. അശ്വതിയുടെ എക്സാം ആണല്ലോ കർത്താവേ, നവംബർ 5 തുടങ്ങുന്നു കർത്താവേ. ആ എക്സാമിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കുന്ന നന്നായി പരീക്ഷ എഴുതുവാനുള്ള കൃപ ബുദ്ധിയും ജ്ഞാനം കൊണ്ട് നിന്റെ മകളെ നിറയ്ക്കണം. നല്ല ഭാവി ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ മേരി ആന്റിയുടെ ഹസ്ബൻഡ് ദൈവമേ, പ്രിയ അങ്കിളിന്റെ കാലിന് കർത്താവെ പ്രയാസത്താൽ ഭാരപ്പെടുന്നു കർത്താവെ. എന്റെ മകനെ അനുഗ്രഹിക്കണേ കർത്താവേ. ആ പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ. എന്ത് ബുദ്ധിമുട്ടായാലും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഈ നല്ല കർത്താവിന് പ്രയോജനപ്പെടുന്ന ഒരു മകനാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ രക്തം കൊണ്ട് നിന്റെ മകനെ മുദ്രയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ മകന്റെ എല്ലാ ആവശ്യങ്ങളെയും കൂടിയിരിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കുടുംബത്തെ മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവേ. ചെറുതും ആവശ്യങ്ങളെല്ലാം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബിനിമോൾ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സിസ്റ്ററിന്റെ മകളുടെ എക്സാം ആണല്ലോ നാളെ മുതൽ നടക്കുന്ന കർത്താവേ. അഭിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇതിനെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ഓർമ്മശക്തി കൊടുക്കണമേ കർത്താവേ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതൊക്കെ വായിച്ച് അതിന് തക്കതായ ആൻസർ എഴുതുവാനുള്ള കൃപ ദൈവം കുഞ്ഞിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങൾ അല്ലാതെ അനേക വിഷയങ്ങളുണ്ട് കർത്താവേ. ആ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് വെച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളെ സഹോദരിയുടെ മകൾ കെസിയ എന്ന് പറഞ്ഞ മകള് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് B+ എല്ലാം കിട്ടി 1 വർഷത്തോളമായിട്ടും പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു കർത്താവേ. ഇതുവരെ ആ കുഞ്ഞിന് പോകുവാൻ കഴിയാതെ വണ്ണം വളരെ ഭാരപ്പെടുന്നു കർത്താവേ. ആ കുഞ്ഞിനെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളെ ദൈവമേ ആ പ്രവൃത്തി അവിടെ കാണുവാനും അവരെ നല്ല കർത്താവിനെ അറിയുവാനും ഒക്കെയുള്ള കൃപ ദൈവം നാൾ കൊടുക്കണം കർത്താവേ. ഇനിയും കർത്താവേ, ഞങ്ങളുടെ പ്രിയ ദേവദാസന് വചനത്തെ കൂടെ ശുശ്രൂഷിക്കേണ്ടതുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾക്ക് ഇന്നാഴമായ ആ വചനം ഞങ്ങളെ കർത്താവേ ആ ദേവദാസന് കൂടി ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി ദൈവം നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശക്തമായി ഇന്ന് പകൽക്കാലം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും
എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ യാചന കേട്ടിക്കായ സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്ന ഈ സമയം തന്ന് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയ ദേവദാസിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത കാലത്ത് ദൈവസ്ഥനിലായിരിക്കും പന്തക്കോണം കർത്താവ് നമ്മളെ കൂട്ടി വരുത്താനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. സംഭവമായ ഓരോ ദിവസങ്ങളിലും കർത്താവിന്റെ കൃപയും സമാധാനവും നമ്മളോട് കൂടി ഇരുന്ന് ഓരോ ദിവസവും നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദയക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെ അനേക വിഷയങ്ങൾ നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ടുകൾ പാടാൻ ത്രദാസൻ ജോൺ ഫിലിപ്പിനെ സഹായിച്ച് വളരെ മനോഹരമായ പാട്ടുകൾ പാടാനിടയായി. അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ സിസ്റ്റർ അനു തോമസിനെ ഇടയാക്കി അനേക വിഷയങ്ങൾ നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചല്ലോ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്കൊക്കെയും കർത്താവ് മറുപടി തന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഇനിയുള്ള സമയങ്ങളിലും നമ്മൾ ദൈവത്തിൽ വെക്കുന്ന വിഷയങ്ങൾക്കൊക്കെയും കർത്താവ് തക്ക സമയത്ത് മറുപടി തന്ന് സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വചനത്തിലോട്ട് കിടക്കേണ്ട നമുക്ക് ആവശ്യമായിരിക്കും. തൽക്കാലം ഒരു ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു ഭാഗം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളാണ്. നമുക്ക് വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. ഇപ്രകാരമാണ് അത് കാണുന്നത്. വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ അപ്പോൾ അവനോട് നീ ഞങ്ങളുടെ അതിർ വിട്ടുപോകാൻ അപേക്ഷിച്ചു തുടങ്ങി. അതിന്റെ 2ാമത്തെ ഭാഗം അവൻ പടകയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവന് ഞാനും നിന്നോടുകൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായമാണ്. 5-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്നത്തെ പോൽക്കാലം നമ്മൾ വായിക്കുന്നത്. ഈ അധ്യായത്തില് നമ്മൾ 3 കൂട്ടം കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രമേയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. 3 അത്ഭുതങ്ങൾ അവിടെ നടന്നതായിട്ട് കാണാൻ കഴിയും. ഒന്ന്, ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു സംഭവമാണല്ലോ. അത് ആദ്യം അത് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ കാണാൻ കഴിയുന്നത് രക്തസ്രാവക്കാരി സ്ത്രീക്ക് യേശു സൗഖ്യം കൽപ്പിക്കുന്നതാണ്. 3ാമത് യായിറോസിന്റെ മകളെ കർത്താവ് സൗഖ്യമാക്കുന്നത്. ഈ 3 അത്ഭുതങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പൊ നമ്മൾ ഈ വായിച്ച ഈ ഭാഗത്തിൽ നിന്ന് 17-18 വാക്കിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, സ്തോത്രം, ഞങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് ചിലര് യേശുവിനോട് പറയുന്നു. സ്തോത്രം. 2, കർത്താവെ ഞാനും നിന്നോടുകൂടെ പോരട്ടെ എന്ന് മറ്റൊരുവൻ ചോദിക്കുന്നു. സ്തോത്രം. കണ്ടു നിന്നവര് ഹല്ലേലൂയ പറയുന്നത് നിങ്ങള് കർത്താവ് ഇവിടം വിട്ടുപോകണം, നീ ഇവിടം ഈ അതിർ വിട്ടുപോകണം കണ്ടു നിന്നവരെ. എന്നാൽ നന്മ അനുഭവിച്ചാണ് ഇവിടെ പറയുന്നത് ഞാനും നിന്നോടുകൂടെ പോരട്ടെ എന്നാണ്. സ്തോത്ര. ഹല്ലേലൂയ. ഈ അധ്യായത്തിലെ 3 കൂട്ടം കാര്യങ്ങളാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഇന്നത്തെ പോൽക്കാലം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഗദരദേശത്തെ ആ ഭൂതഗ്രസ്തനെ കുറിച്ചുള്ള ആ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ പോൽക്കാലം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അശുദ്ധാത്മാവ് ബാധിച്ച ഈ മനുഷ്യനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ അവന് സകലതും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ഹി വാസ് എ മാൻ ഓഫ് ലോസ്റ്റ് എവരിതിങ്. അവന്റെ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അശുദ്ധാത്മാവ് ബാധിച്ച ഇവന് ജീവിതത്തിലെ അനേക കാര്യങ്ങൾ നഷ്ടപ്പെട്ടായിട്ട് നമുക്ക് ഈ വചനം ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്ര. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. അറക്കുവാനും മുടിപ്പാനുമാണ് പിശാച് വന്നിരിക്കുന്നത്. അവൻ ഒരിക്കലും ഒരു നന്മ ആർക്കും ചെയ്യത്തില്ല. നമ്മുടെ ജീവിതത്തിലെ നന്മകൾ അടിച്ചു മാറ്റാൻ മാത്രമാണ് ശത്രു വരുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് വന്നിരിക്കുന്നത് നമ്മളെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കാനാണ്. സ്തോത്ര. ഹല്ലേലൂയ. ഇനി ഇന്നത്തെ പോൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവന് നഷ്ടമായെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. സ്തോത്രം. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ഒന്നാമത് അവന് നഷ്ടപ്പെട്ടത് സ്തോത്രം അവന്റെ പാർപ്പിടമായിരുന്നു. സ്തോത്രം. അവന്റെ വീട് അവന് നഷ്ടപ്പെട്ടു. അവന്റെ മാതാപിതാക്കളെ അവന് നഷ്ടപ്പെട്ടു. അവന്റെ സഹോദരങ്ങളെ അവന് നഷ്ടപ്പെട്ടു. അപ്പൊ അവന്റെ കുടുംബം അവന് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. അവനെ താഴോട്ട് നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നുണ്ട്. അവനെ വീട്ടിൽ നിന്നും പുറത്താക്കി. സ്തോത്രം. അവന് ഒതുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് അവന് നഷ്ടപ്പെട്ടത് അവന്റെ പാർപ്പിടം, കുടുംബം നഷ്ടപ്പെട്ടു. 2ാമതായിട്ട് അവന് നഷ്ടപ്പെട്ടത് അവന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു. അവിടെ നാം വായിക്കുമ്പോൾ അവന്റെ സ്വഭാവം അവന് നഷ്ടപ്പെട്ടു. സ്തോത്രം. അവന്റെ ഓർമ്മ അവന് നഷ്ടപ്പെട്ടു. സ്തോത്രം. 3ാമതായിട്ട് നാം കാണുന്നത് ഹല്ലേലൂയ. സ്തോത്രം. ഇവന്റെ പേര് നഷ്ടമാണ്. വാക്യം 9. സ്തോത്രം. നിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചതിന് എന്റെ പേര് ലെഗ്യോൻ എന്ന്
ആന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, ഹാലേലിയ. അവന്റെ പേര് പോലും അവന് നഷ്ടപ്പെട്ടു. ലെഗ്യോൻ ഒന്നും അല്ലായിരുന്നു അവന്റെ പേര്. സ്തോത്രം. ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. സ്തോത്ര, ഹല്ലേലിയ. 6000 ഭൂതങ്ങളുള്ള, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 6000 എന്നാണ്. സ്തോത്രം. ലെഗ്യോൻ എന്നതിന്റെ മീനിങ് തന്നെ 6000 എന്നാണ്. 6000 ഭൂതങ്ങളുള്ള അവന്റെ പേര് പോലും അവന് നഷ്ടപ്പെട്ടായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്ര, ഹല്ലേലിയ. പ്രിയമുള്ളവര്, പിശാച് ഒരുവന്റെ ജീവിതത്തിൽ ഹാലില് കടന്നു വന്നാല് അവന്റെ ജീവിതത്തിലെ സകല നന്മകളും അടിച്ചു മാറ്റും. ഹാലില് അവന്റെ സ്വസ്ഥത നഷ്ടപ്പെടും, ബോധം നഷ്ടപ്പെടും, കുടുംബം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ദൈവസന്നിധിയിൽ നിന്ന് അവനെ അകറ്റുവാൻ തക്കവണ്ണം ശത്രു അവനെ പുറമോട്ട് കൊണ്ടും. ഇതൊക്കെയാണ് ഒരുവനിൽ പിശാച് കടന്നാൽ. സ്തോത്രം. ലെഗ്യോന് ഇവൻ പേര് ചോദിച്ചപ്പോൾ ഇവിടെ പറയുന്നത് എന്റെ പേര് ലെഗ്യോൻ എന്നാണ്. ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 എന്നാണ്. ഹാലേലിയ. സ്തോത്രം. 6000 ഭൂതങ്ങള് ഇവന്റെ ശരീരത്തുണ്ടായിരുന്നു. സ്തോത്രം. താഴ്ത്ത് നാം നോക്കുമ്പോൾ ഇപ്രകാരം നാം കാണുന്നുണ്ട്, അവന്റെ വസ്ത്രം അവന് നഷ്ടമായിട്ട്. ദൈവത്തിന് വായിക്കുമ്പോൾ അവന്റെ വസ്ത്രം അവന് നഷ്ടമായി. സ്തോത്രം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് വസ്ത്രം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മാനം നഷ്ടപ്പെടുക എന്നാണ്. സ്തോത്രം. അപ്പൊ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടമായി? കുടുംബം നഷ്ടപ്പെട്ടു, ബോധം നഷ്ടപ്പെട്ടു, അവന്റെ പേര് നഷ്ടപ്പെട്ടു, ഇപ്പോൾ അവന്റെ വസ്ത്രവും നഷ്ടപ്പെട്ടു, അവന്റെ മാനവും നഷ്ടപ്പെട്ടു. സ്തോത്രം. ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ തേടി നമ്മുടെ കർത്താവ്, ഹാലേലിയ, സ്തോത്രം, യാത്ര പോവുകയാണ്. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ അവസാനത്തെ 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നാം അക്കരയ്ക്ക് യാത്ര പോകാമെന്ന്. സ്തോത്രം. യേശു നേരത്തെ മനസ്സിലാക്കിയിരുന്നു അക്കരയ്ക്ക് ഗദരദേശത്ത് ഒരു ഭൂതഗ്രസ്തുണ്ട്, അവനെ സൗഖ്യമാക്കണം. ആ ഒരു വിഷയമായിട്ടാണ് കർത്താവ് കടന്നുപോയത്. എന്നാൽ പോകുന്ന വഴിക്ക് അവന് സൗഖ്യം വരാൻ ഇടയാകരുത്, അതുകൊണ്ട് വലിയ കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിൽ അടിച്ച് പടക് മുങ്ങുമാറായി. ഹാലേലിയ. സ്തോത്രം. എന്നാൽ ശിഷ്യന്മാർ ഭയന്ന സാഹചര്യത്തിൽ കർത്താവ്, ഹാലേലിയ, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കാരണം വിടുതൽ ലഭിക്കുമെന്ന്, ഈ 6000 ഭൂതം അവന്റെ ശരീരത്തു നിന്ന് പോകുമെന്ന് ദുഷ്ടൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങള്, വലിയ കൊടുങ്കാറ്റുകള് അവരുടെ ജീവിതത്തിൽ അടിച്ച് അവരുടെ പടകും മുങ്ങുമാറാക്കി ആയത്. എന്നാൽ കർത്താവ് അതിനെ ശാസിച്ച് അവരെ അക്കരെ എത്തിച്ചു. ഹാലേലിയ. സ്തോത്രം. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യേശു ഇവന്റെ അരികിൽ ചെന്നതിന് ശേഷം പറയാണ്, യേശു കൽപ്പിച്ചു, അശുദ്ധാത്മാവെ വിട്ടുപോ. യേശുവിന്റെ വാക്കിന്, ഹാലേലിയ, സ്തോത്രം, ആ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. അശുദ്ധാത്മാവെ ഇവന്റെ ദേഹത്തു നിന്ന് വിട്ടുപോകുന്നു പറഞ്ഞു. ഹാലേലിയ. സ്തോത്രം. അവിടെ ഒരു വലിയ വിടുതൽ സംഭവിച്ചു. സ്തോത്രം. വലിയൊരു വിടുതല്. അതുവരെ യാതൊരു ബോധവും ഇല്ലാതെ കല്ലറകളില് തന്റെ ശരീരത്തെ കല്ലുകൊണ്ട് ഇടിച്ച് മുറിവേൽപ്പിച്ച് രക്തം വാർന്നൊഴുകി അങ്ങനെ യാതൊരു ബോധവും ഇല്ലാതെ നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു അവൻ. അവിടെ വായിക്കുമ്പോൾ വാക്യം 15 നാം വായിക്കുമ്പോൾ അവൻ വസ്ത്രം ധരിച്ചു സുബോധം പൂണ്ടു എന്നാണ് കാണുന്നത്. സ്തോത്രം. അവന്റെ ജീവിതത്തിലെ വസ്ത്രം പോലും അവന് നഷ്ടമായിരുന്നു. അവനൊന്നും അറിയത്തില്ലായിരുന്നു, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നെന്ന് ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. അവന്റെ കുടുംബം നഷ്ടപ്പെട്ടു. ഹാലേലിയ. പിശാച് ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യത്തില്ല. ഹാലേലിയ. അവൻ ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ മാത്രമേ അവൻ നോക്കത്തുള്ളൂ. ഹാലേലിയ. സ്തോത്രം. അവന് നഷ്ടമായത്, ഹാലേലിയ, സ്തോത്രം, അവന്റെ വീട്, അവന്റെ സ്വാതന്ത്ര്യം അവന് നഷ്ടമായി, അവന്റെ മാനം നഷ്ടമായി, സുബോധം നഷ്ടമായി, എല്ലാം നഷ്ടമായ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് പൽക്കാലം നാം ചിന്തിക്കുന്നത്. സ്തോത്ര, ഹല്ലേലിയ. ഈ മനുഷ്യനെ നോക്കി യേശു പറയുകയാണ്, ഹാലേലിയ, സ്തോത്രം, അശുദ്ധാത്മാവി ഇവനെ വിട്ടുപോ എന്ന്. സ്തോത്ര, ഹല്ലേലിയ. കർത്താവിന് മനസ്സിലായി ഇവനിൽ കൂടിയിരിക്കുന്നത് ആരൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലായി. സ്തോത്രം, ഹാലേലിയ. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ, ഹാലേലിയ, നാം കർത്താവിനെ അറിയുന്നതിന് മുമ്പ് പലവിധ പ്രയാസങ്ങളാൽ, പ്രശ്നങ്ങളാൽ നാമും ഇതുപോലെ അകപ്പെട്ടവരായിരുന്നു. എന്നാൽ കാലാകാലങ്ങളിൽ അവൻ നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. ഹാലേലിയ. ഈ പാപത്തിന്റെ ഇതുപോലെയുള്ള വലിയ കെട്ടുകളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്തു. ഹാലേലിയ. സ്തോത്രം. അതെ, നമ്മുടെ കർത്താവ് സമ്പന്നനായ കർത്താവാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ മൂത്ത സഹോദരനാണ്. ഇബ്രാഹിം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ നമ്മുടെ മൂത്ത സഹോദരനാണ്. സ്തോത്ര, ഹല്ലേലിയ. നമ്മുടെ കർത്താവ്, ഹാലേലിയ, ബലം തന്ന്, ആരോഗ്യം തന്ന്, നിത്യതയ്ക്ക് വേണ്ടി നമ്മളുള്ള യാത്രയിലാണ്. ഹാലേലിയ. ആ ദൈവത്തിന് ഈ പോൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. സ്തോത്രം. ഇവിടെ നോക്കുമ്പോൾ, ഹാലേലിയ, അവന്റെ ഉഗ്ര ശാസനത്തില്, ഹാലേലിയ, അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി എന്ന് കാണുവാൻ ഇടയാകും. ഹാലേലിയ. സ്തോത്രം. വാക്യം 19-20 വാക്യം 19-20 6000 പിശാചുള്ള മനുഷ്യൻ അവനെ ഇവിടെ വിടുതൽ പ്രാപിച്ചു. സ്തോത്രം. വിടുതൽ പ്രാപിച്ചതിന് ശേഷം, ഹാലേലിയ, സ്തോത്രം, അവന് ഇവിടെ നാം വായിക്കുന്നത്
ദക്കപ്പൊലി എന്നുള്ള ദേശത്ത് ഹാലേലിയ അവനെ ദൈവത്തെ ഘോഷിച്ചായിട്ട് കാണാൻ, അവനെ തന്നെ സാക്ഷ്യം പറഞ്ഞായിട്ട് കാണാൻ കഴിയും. അവിടെ നിന്ന് വാക്യം 19 വാക്യം വായിക്കുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. കാരണം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സകല ആൾക്കാരും ഇത് നോക്കുമ്പോൾ ഇവൻ ബോധമുള്ളവനായി സുബോധമുള്ളവനായി നിൽക്കുന്നത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. സ്തോത്രം. ഇവൻ അതിനുശേഷം യേശുവിനോട് പറഞ്ഞ് ഞാനും നിന്നോടുകൂടെ പോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, വേണ്ട, നീ പോയി നിന്റെ ബന്ധുക്കൾക്ക് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കാൻ പറയുന്നു. അവൻ അവിടുന്ന് യാത്ര തിരിച്ചത് ദക്കപ്പൊലി എന്ന സ്ഥലത്തോട്ട് പോയി. ദക്കപ്പൊലി എന്ന വാക്കിന്റെ അർത്ഥം 10 പട്ടണമെന്നാണ്. സ്തോത്ര ഹല്ലേലൂയ. അത് ദക്കപ്പൊലി ലൊക്കേറ്റഡ് നിയർ ജോർദാൻ, ഇസ്രായേലിലെ ജോർദാന്റെ അടുത്തുള്ള സ്ഥലമാണ്. 10 പട്ടണം ആ സ്ഥലത്തേക്ക് അവൻ പോയി. ഹല്ലേലൂയ, സ്തോത്രം. അവന് ദൈവം, അവന്റെ കർത്താവ് അവന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് അവനോട് പറയുകയുണ്ടായി. സ്തോത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിന്റെ വാക്കിൽ ഹല്ലേലൂയ സൗഖ്യമുണ്ട്. യേശുവിന്റെ വാക്കിന് വിടുതലുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. യേശുവിന്റെ വാക്കിൽ മിറക്കലുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. മാത്രമല്ല ചരിത്രവും അവിടെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ 6000 ഭൂതങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ 10 പട്ടണങ്ങളിലെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ ജീവിതത്തിൽ, യേശുവിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത് ഈ 10 പട്ടണങ്ങളിലെ അവനെ തന്നെ സാക്ഷ്യം പറയുകയാണ്. സ്തോത്രം. ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ 6000 ഭൂതങ്ങളുള്ളവന് ഒറ്റ വാക്കുകൊണ്ടാണ് കർത്താവ് സൗഖ്യമാക്കിയതുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇത്രയും ഭൂതമുള്ള ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് കർത്താവിന് സൗഖ്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളും കർത്താവ് അറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം പലപ്പോഴും ക്ഷീണിക്കുമ്പോൾ ഇപ്രകാരം നാം ചിന്തിക്കും, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. എന്നാൽ ഒന്ന് ചിന്തിച്ചുകൊള്ളുക, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാവണേ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. തന്റെ മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമാണ്. ഒരു ജാതിയായ മനുഷ്യന് വേണ്ടി നിൽക്കാൻ ഹല്ലേലൂയ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, ദൈവമില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി, ഒരു ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യന് വേണ്ടി കർത്താവിന് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ തന്റെ മക്കൾക്ക് വേണ്ടി അത്രയധികം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സ്തോത്രം. ബൈബിള് നാം പഠിക്കുമ്പോൾ ഇവിടെ നാം കാണുന്നത്, ബൈബിള് മൊത്തം നമ്മൾ പഠിച്ച ഇത്രയും ഭൂതഗ്രസ്തനായ ഭൂതങ്ങളുള്ള ഒരു മനുഷ്യനെ വേറെ കാണാൻ കഴിയുന്നില്ല. 6000 ഭൂതങ്ങളുള്ള ഒരു മനുഷ്യനാണ്. സ്തോത്രം. താഴോട്ടുള്ള ഭാഗങ്ങൾ നാം വായിച്ച് പഠിക്കുമ്പോൾ ഇപ്രകാരം ഒരു കാര്യം നാം മനസ്സിലാക്കുന്നുണ്ട്. ഈ ഭൂതം ചോദിക്കുന്നുണ്ട്, യേശുവിനോട് പറയുന്നുണ്ട്, ഞങ്ങളെ അവിടെയുള്ള അടുത്തുള്ള പന്നികളിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന്, അതിനെ നശിപ്പിച്ചു കളയുമെന്ന് ഈ ഭൂതങ്ങൾക്കറിയാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, യേശു അതിനെ അനുവദിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ അരികിലുള്ള 2000 പന്നികളില് ഈ ഭൂതം കയറി. സ്തോത്രം. അടുത്തുള്ള 2000 പന്നികളില് ഈ ഭൂതം കയറിയതായിട്ട് കാണാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, 2000 പന്നികളില് 6000 ഭൂതം കയറുന്ന പറഞ്ഞാൽ ഒരു പന്നിയില് ഏകദേശം 3 പന്നികള്, 3 ഭൂതം കയറി എന്ന് ചിന്തിച്ചു കൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. 2000 ഗുണം 3 = 6000 നമുക്ക് കാണാൻ കഴിയുന്നല്ലോ. സ്തോത്രം. പ്രിയമുള്ളവര്, 3 ഭൂതങ്ങള് ഒരു പന്നിയെ കയറിയപ്പോൾ അതിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സ്തോത്ര ഹല്ലേലൂയ. അത് പോയി സൂയിസൈഡ് ചെയ്തായിട്ട് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 6000 ഭൂതങ്ങളുള്ള ഈ മനുഷ്യന് എങ്ങനെ ഈ കഴിഞ്ഞ നാളുകളിൽ പിടിച്ചു നിന്നു? സ്തോത്ര ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ മുമ്പില് ഒരു പിശാചിനും പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഭയാനകമായ സാഹചര്യത്തിൽ നിന്നും ആശ്ചര്യമായി ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അവനെ വിടുവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സ്തോത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മള് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ദൈവം തരും. ഹല്ലേലൂയ. എത്ര നീങ്ങിപ്പോകാത്ത വിഷയങ്ങൾക്കും ദൈവത്തിൽ നാം മുട്ടുകുത്തുന്നെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ താഴോട്ട് നാം വായിക്കുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചവന് ചില വിടുതൽ പ്രാപിക്കുന്നതിന് മുമ്പ് ചില അപേക്ഷകള് യേശുവിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഒന്നാമതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് സ്തോത്ര ഹല്ലേലൂയ. അവൻ പറയുന്നത് സമയത്തിന് മുമ്പ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്നാണ്. സ്തോത്ര ഹല്ലേലൂയ. സമയത്തിന് മുമ്പ് അവനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് മുമ്പ് അവനെ ദണ്ഡിപ്പിക്കുക. ഒന്നാമത്തെ അവന്റെ അപേക്ഷ യേശുവിനോടുള്ള അവന്റെ അപേക്ഷയായിരുന്നു. വെളിപ്പാട് ദിവസം 19-20 അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ പിശാചിനെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി അവനെ ബന്ധിക്കൊന്ന് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അപ്പൊ പിശാചിന് ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു സമയം കർത്താവ് വെച്ചു. എന്നാൽ അതിനു മുമ്പ് എന്നെ ദണ്ഡിപ്പിക്കരുതെന്നാണ് ഇവൻ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. 2 സ്തോത്ര ഹല്ലേലൂയ. ഈ നാട്ടിൽ നിന്നും
ഞങ്ങളെ പറഞ്ഞയക്കരുത് എന്ന്. സ്തോത്രം. അവന് പിന്നെയും ഈ നാട്ടിൽ തന്നെ ഇതുപോലെ പലരെയും വഹിക്കണം, അതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്ര ഹല്ലേലൂയ. മൂന്നാമത് അവൻ പറയുന്നത് വാക്യം 12, അവിടെയുള്ള പന്നികളിലേക്ക് അവനെ അയക്കണമെന്ന്. 3 കൂട്ടം കാര്യങ്ങളാണ് ഈ സൗഖ്യം പ്രാപിക്കുന്നതിന് മുമ്പ് യേശുവിനോട് പറയാൻ കഴിഞ്ഞത്. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പറയുന്നത് ഞാനും നിന്നോടുകൂടെ പോരട്ടെ എന്നാണ്. സ്തോത്ര ഹല്ലേലൂയ. സുബോധം വീണ് കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഞാൻ എവിടെയാണ്, എന്താണ് ഇതൊക്കെ ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചെന്ന്. സ്തോത്രം. താഴ്ത്തു വന്ന് നോക്കുമ്പോൾ അവിടെ 1-2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അത്ഭുതം കണ്ട ചില ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അത്ഭുതം കണ്ടവരെ അവര് യേശുവിനോട് പറയാണ്, നീ ഈ അതിർ വിട്ടു പോകണമെന്ന്, നീ ഇനി എതിരിൽ നിൽക്കാൻ പാടില്ലെന്ന്. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ വിടുതൽ പ്രാപിച്ച അവൻ ഹല്ലേലൂയ യേശുവിനോട് പറയാണ്, ഞാനും നിന്നോടുകൂടെ വരാമെന്ന്. സ്തോത്ര ഹല്ലേലൂയ. ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ മനോഹരത്വം കാണുവാനും ഹല്ലേലൂയ യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കാൻ പാർക്കേണ്ട തന്നെ എന്ന് ദൈവത്തിന്റെ വചനത്തെ സങ്കീർത്തനത്തിൽ നാം കാണുവാൻ നമുക്ക് കഴിയും. സ്തോത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ നാം നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. മറിയെക്കുറിച്ച് നാം നോക്കുമ്പോൾ അവൻ നല്ല അംശം തെരഞ്ഞെടുത്തായിട്ട് കാണാൻ കഴിയും. ഇവന് ബോധം വന്നപ്പോൾ പറയാണ്, ഇവൻ യേശുവിനെ വിട്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ യേശു പറഞ്ഞു, നീ ഇവിടെ നിന്ന് യാത്രയായിക്കോ എന്ന് പറഞ്ഞു. അവൻ യാത്രയായി. ഹല്ലേലൂയ. സ്തോത്രം. അവനെക്കുറിച്ച് ചരിത്രം ഇപ്രകാരമാണ് പറയുന്നത്. സ്തോത്ര ഹല്ലേലൂയ. ദക്കപ്പൊലി എന്ന് പറയുന്ന ആ ദേശത്ത് 10 പട്ടണത്തിൽ ഹല്ലേലൂയ. സ്തോത്രം, അവന് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അവന് കർത്താവിന് വേണ്ടി അധികം ഫലം കാഴ്ച എന്ന് നമുക്ക് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരുന്ന നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഇതുപോലെ കാലാകാലങ്ങളിൽ ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവും ഇല്ലാതെ നമ്മളെ ആയിരുന്ന കാലങ്ങളിലെ കർത്താവ് നമ്മളെ തേടി വന്ന് ഹല്ലേലൂയ. സ്തോത്രം, നമ്മുടെ മക്കളും അവകാശികളുമാക്കി തീർത്തനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. അവൻ നമ്മളെ ഹല്ലേലൂയ വിശിഷ്ട മുന്തിരിവള്ളിയായിട്ട് ഹല്ലേലൂയ. സ്തോത്രം, അവൻ നമ്മളെ തീർത്തു. ഹല്ലേലൂയ. അവൻ നമ്മളെ കാലാകാലങ്ങളിൽ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ ദയക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭൂതഗ്രസ്തന് ഹല്ലേലൂയ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അധികം ഫലം കാഴ്ചയായിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിനും ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നാമം ഒരു കാലത്ത് പിശാചിന് ബന്ധനത്തിലായിരുന്നു. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ കാൽവറി ക്രൂശില് ഹല്ലേലൂയ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന് നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്ത ആ ദൈവത്തിന് ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ കർത്താവിന്റെ രക്തം മറുവിലയായി തന്ന് നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്തെങ്കിൽ ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി പോയിരിക്കുന്നത് ഒരു നിത്യത ഒരുക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ നിത്യതയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ ഭൂതഗ്രസ്തൻ ചെയ്തതുപോലെ ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചവന് കർത്താവിനെ ശുശ്രൂഷിച്ചതുപോലെ കർത്താവിന്റെ നാമത്തെ ഉയർത്തിയതുപോലെ അനേകരെ നേടുവാനും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാനും ഹല്ലേലൂയ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ മെസ്സേജിൽ ഞാൻ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറയാം. അതിനുവേണ്ടി പാസ്റ്റർ ദൈവദാനം പാസ്റ്റർ ഉണ്ടോ? പാസ്റ്റർ ദൈവദാനം? ഓക്കെ, പ്രാർത്ഥിച്ച് ആശീർവാദം പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല പിതാവേ, നല്ല രാവിലെ വേളയ്ക്കായി നന്ദി. ഇന്ന് രാവിലെയും കർത്താവേ അതിമനോഹരമായ ഒരു മീറ്റിംഗ് കൂടിയറിവ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ മന്ന ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭുജിപ്പാൻ രാവിലെ ഭാഗ്യം തന്നതിനായി സ്തോത്രം. അങ്ങയുടെ തൃക്കാൽക്കൽ തൃപ്പാദപീഠം ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരുന്നു കർത്താവേ. സ്തോത്രം. മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ ദൈവം ഭാഗ്യം തന്നതിനായി സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നടത്തിയതിനായി സ്തോത്രം. മനോഹരമായ പാട്ട്, അതുപോലെ കർത്താവെ പ്രയർ ലീഡിങ് മനോഹരമായി കർത്താവിന്റെ ദാസി ജീവൻ കർത്താവിടെയാക്കി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെയും വിഷയങ്ങളിൽ പ്രാർത്ഥിമേടിയാക്കി പ്രാർത്ഥിച്ച് എല്ലാ വിഷയങ്ങളിലും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ദൈവം അതിനെല്ലാം പരിഹാരം പൂർണ്ണമായും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവസാനമായി ഇതിന് വിലപ്പെട്ട ദാസൻ തന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് ഞങ്ങൾ കേൾക്കുവാൻ കർത്താവിടെയാക്കിയല്ലോ. ഇതിനുവേണ്ടി പ്രത്യേക ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. ആ ലഹ്യോൻ ബാധിച്ച ആ ഭൂതഗ്രസ്തൻ അവനെ അത്ഭുതമായി വിടുതൽ പ്രാപിച്ച് ദക്കപ്പൊലി ദേശത്ത് അനേക മധ്യ യേശുവിന്റെ സാക്ഷിയാകുന്നു. ഭൂതബാധിതനായി അവനെ കല്ലെടുത്ത്
അവനെ തന്നെ ഉപദ്രവിച്ച് മറ്റുള്ളവർ ഉപദ്രവിച്ച് നാടിന് പേടി സ്വപ്നമായി ലോകത്തിന് ശാപമായി ജീവിച്ച വസ്ത്രം ഒരു നഷ്ടപ്പെട്ട ആ വ്യക്തി കർത്താവേ സ്തോത്രം, യേശുവിന്റെ ഒറ്റ വാക്കിൽ വിടുതൽ പ്രാപിച്ചിട്ട് ആമേൻ തെക്കപ്പള്ളി ദേശം മൊത്തം യേശുവിനെ അറിയുവാൻ മുഖാന്തരമായി യേശുവിന്റെ സാക്ഷിയായി പ്രവർത്തിച്ചതുപോലെ ഇന്ന് രാവിലെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ സ്തോത്രം തെക്കപ്പള്ളി ദേശത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ അയൽ ദേശങ്ങളില് കടന്നുപോയി യേശുവിനെ സാക്ഷിപ്പാൻ ഉയർത്തുവാനൊക്കെയുള്ള മുഖാന്തരം ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പിന്നെ കഴിഞ്ഞ് നടത്തിയല്ലോ, നിന്റെ മകനെ ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥനയെ ശക്തമായി പിന്നെയും അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വിലപ്പെട്ട ദാസ് പോയിരിക്കുന്ന സ്ഥാനത്ത് കണങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. അവിടെയുള്ള മീറ്റിങ്ങിലും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളെ വർച്ചുവൽ കൺവെൻഷൻ ഏറ്റവും അനുകൂലമായി തീരട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ലോകത്തിന് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിന് ആയിട്ട് നന്ദി, മൗത്വം എടുത്തതിനായിട്ട് നന്ദി. യേശു രക്ഷകന്റെ അതിപരിശുദ്ധ നാമത്തിൽ വിനയമായ വീഴ്ചയെന്ന് കേൾക്കണമേ. ജീവനുള്ള സ്വർഗീയ പരമപിതാവേ, സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ചുമ്മാ കിടക്കുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സംസർഗം, സഹവാസം, കൂട്ടായ്മ, കാവൽ ഇന്നും എന്നേക്കും നമ്മോടും. ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും, പ്രാർത്ഥനയുടെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താൻ വരോളം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ. വരണമേ. സ്തോത്രം.